ഒരേ ആത്മാവ് അനവധി ശരീരങ്ങൾ എന്ന പുസ്തകത്തിന്റെ 3-ാം അധ്യായമാണിത്. 1-2 ഭാഗങ്ങൾ കണ്ടുകാണുമല്ലോ. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഒരു ഡോക്ടറായും മനോരോഗ വിദഗ്ധനായും എൻ്റെ ജീവിത ലക്ഷ്യം മനുഷ്യരുടെ ശാരീരികവും മാനസികവുമായ വേദനകളെ കുറയ്ക്കുക എന്നതാണ്. പലപ്പോഴും ഈ 2 പ്രശ്നങ്ങളും വേർതിരിക്കാൻ കഴിയില്ല. കാരണം മനസ്സ് ശരീരത്തെ സ്വാധീനിക്കുന്നു, ശരീരം മനസ്സിനെയും. ആത്മീയ ആരോഗ്യം എന്ന ആശയം പലരും സംസാരിക്കുന്നു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ആത്മാവ് ഒരിക്കലും രോഗിയാകുന്നില്ല. ആത്മാവ് സ്വഭാവത്തിൽ തന്നെ പൂർണ്ണമാണ്. നമ്മൾ ആത്മീയതയിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നമ്മൾ തന്നെ അപൂർണരായി തോന്നുന്നത്. ശാരീരിക അസുഖങ്ങൾ പലപ്പോഴും നമ്മെ സ്വാർത്ഥരാക്കുന്നു. ശാരീരിക വേദനയുള്ളപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചേ ചിന്തിക്കൂ. അപ്പോൾ കരുണയും സഹാനുഭൂതിയും സഹനവും പോലുള്ള ഗുണങ്ങൾ ക്ഷയിക്കുന്നു. എന്നാൽ ഇവയാണ് ആത്മീയ വളർച്ചയ്ക്കുള്ള പ്രധാന പടികൾ. ഈ അധ്യായത്തിൽ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെക്കുറിച്ചും അവയെ കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും പറയാനാണ് ഞാൻ പോകുന്നത്. മുൻജന്മങ്ങൾ ഇവയെ സ്വാധീനിക്കുമോ? അതെ. ഭാവി ജീവിതങ്ങൾ പോലും ഇപ്പോഴത്തെ ജീവിതത്തെ സ്വാധീനിക്കുമോ? എൻ്റെ അനുഭവങ്ങൾ അതിന് പിന്തുണ നൽകുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ 2 അത്ഭുതകരമായ വ്യക്തികളുമായി പരിചയപ്പെടുത്താൻ പോകുന്നു. ഒരാൾ വിക്ടോറിയ, ക്യാൻസറിൻ്റെ അസഹ്യമായ വേദനയിൽ ജീവിച്ച ഒരാൾ. മറ്റൊരാൾ എവിലിൻ, പുറമേ വിജയകരമായ ജീവിതമുണ്ടെങ്കിലും അത്യന്തം ഭയവും ഉത്കണ്ഠയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ. 24 വർഷങ്ങളായി ഞാൻ പല കേസുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും വിക്ടോറിയയുടെ കേസ് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതമായ അനുഭവം എനിക്ക് സമ്മാനിച്ചു. വിക്ടോറിയ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞയാണ്. ന്യൂയോർക്കിലെ മാൻഹാറ്റനിൽ താമസിക്കുന്നു. നിരവധി ശസ്ത്രക്രിയകളും ചികിത്സകളും ചെയ്തിട്ടും 16 വർഷമായി ക്യാൻസർ മൂലമുള്ള നടുവേദന അവരെ വലച്ചു. തുടർച്ചയായ വേദന സഹിക്കുകയായിരുന്നു അവർ. രാത്രിയിൽ ശക്തമായ വേദന സംഹാരികൾ കഴിക്കേണ്ടി വന്നു. പകൽ വ്യക്തമായ ചിന്ത നിലനിർത്താൻ അവർ വേദന സഹിച്ചു. ഞാൻ ന്യൂയോർക്കിലെ റൈൻബെക്കിലുള്ള ഒമേഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 ദിവസത്തെ വർക്ക്ഷോപ്പ് ആരംഭിക്കുമ്പോൾ അവരെന്നെ കാണാൻ വന്നതായിരുന്നു. അവർ എൻ്റെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തപ്പോൾ മരുന്നുകൾ നിർത്തിയിരുന്നു. ഞാൻ 5 ദിവസം എങ്ങനെ സഹിക്കും? അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശ്രമിക്കുക, കഴിയില്ലെങ്കിൽ പോകാം. എന്നാൽ അവർ മുഴുവൻ ദിവസങ്ങളും തുടരുകയും അവസാനം അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തു. ആ ആഴ്ചയിൽ അവർക്ക് ലഭിച്ച അനുഭവങ്ങൾ ഒരു മുൻ ജന്മത്തെക്കുറിച്ചായിരുന്നു. അത് യേശുവിൻ്റെ കാലത്ത് ജെറുസലേമിന് സമീപം നടന്ന ജീവിതം. അവർ ഒരു ദരിദ്രനായ കർഷകനായിരുന്നു. ശക്തമായ ശരീരം, എന്നാൽ സ്നേഹപൂർവമായ ഹൃദയം. മൃഗങ്ങളെയും പക്ഷികളെയും സ്നേഹിച്ചു. ഭാര്യയും മകളുമൊപ്പം ഒരു ലളിതമായ ജീവിതം. വിക്ടോറിയ മകളെ തിരിച്ചറിഞ്ഞു. ഈ ജന്മത്തിലും മകളാണ്. ഒരു ദിവസം ഒരു പരിക്കേറ്റ പക്ഷിയെ രക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷിയെ എടുക്കുമ്പോൾ അതുവഴി വന്ന റോമൻ പട്ടാളക്കാരുടെ മാർച്ച് തടസ്സപ്പെടുത്തിയതിനാൽ ഒരു റോമൻ സൈനികൻ കോപത്തോടെ അദ്ദേഹത്തെ അടിച്ചു. അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റു. മറ്റു സൈനികർ അയാളുടെ വീടിന് തീയിട്ടു. ഭാര്യയെയും കുട്ടിയെയും കൊന്നു. റോമാക്കാരോടുള്ള കർഷകന്റെ വിദ്വേഷവും വെറുപ്പും അവനിൽ ജ്വലിച്ചു. ആ നിമിഷം മുതൽ അയാൾ ആരെയും വിശ്വസിച്ചില്ല. ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം സങ്കടവും ദേഷ്യവും കൊണ്ട് നിറഞ്ഞു. ശരീരവും മനസ്സും തകർന്നു. കുനിഞ്ഞും മുടന്തിയും ചെറിയ കൃഷിയൊക്കെ ചെയ്ത് ശാരീരികമായും വൈകാരികമായും തകർന്ന നിരാശയിൽ അദ്ദേഹം ജീവിച്ചു. അങ്ങനെയിരിക്കെ പ്രശസ്തനായിക്കൊണ്ടിരുന്ന ഒരു ജൂത ആത്മീയ ഗുരുവിനെക്കുറിച്ചുള്ള വാർത്ത അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. റബ്ബി എന്നും ആ ഗുരുവിനെ വിളിക്കാറുണ്ടായിരുന്നു. റബ്ബിയുടെ പ്രഭാഷണം കേൾക്കാൻ ആ കർഷകൻ വളരെ ദൂരം മലമുകളിലേക്ക് വളരെ കഷ്ടപ്പെട്ട് സഞ്ചരിച്ചു. മാനസിക രോഗിയാണെന്ന് വിചാരിച്ച് റബ്ബിയുടെ അനുയായികൾ അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചു. എന്നാൽ അദ്ദേഹം കുറ്റിക്കാട്ടിന് പിറകിൽ ഒളിച്ചുനിന്ന് റബ്ബിയെ കാണാൻ ശ്രമിച്ചു. ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ മാനസികമായി വളരെയധികം പ്രത്യാശ നൽകി. എന്നാൽ ശാരീരിക വിഷമത അതേപോലെ തന്നെ തുടർന്നു. ശേഷം ആ ഗുരുവിനെ വീണ്ടും കാണാൻ ശ്രമിച്ചു. ക്രൂശിക്കപ്പെടാൻ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് വെള്ളം നൽകാൻ ശ്രമിച്ചു. പക്ഷെ വൈകി. റോമൻ പട്ടാളക്കാർ റബ്ബിയെ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് കൊണ്ടുപോയി. എന്നാൽ ഗുരു പിന്നോട്ടു നോക്കി. വാക്കുകളില്ലാതെ ഒരു സന്ദേശം നൽകി. ഇത് സംഭവിക്കേണ്ടതായിരുന്നു.
റബ്ബി ക്രൂശിക്കപ്പെടുന്നതുവരെ അദ്ദേഹം പിന്തുടർന്നു. ശേഷം മഴയിൽ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തലയിൽ നിന്നൊരു വൈദ്യുതി പോലുള്ള അനുഭവം. അത് പിറകിലൂടെ താഴേക്കൊഴുകി. അദ്ദേഹം നേരെ നിൽക്കാൻ തുടങ്ങി. അദ്ദേഹം സുഖപ്പെട്ടു. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ വിക്ടോറിയ അതേ അനുഭവം പ്രകടിപ്പിച്ചു. വർഷങ്ങളായുള്ള വേദന പെട്ടെന്ന് മാറി. അവൾ സന്തോഷത്തോടെ നൃത്തം ചെയ്തു. ആ ദൃശ്യം കണ്ട എല്ലാവരും വികാരാതീതരായി. എനിക്ക് പോലും കണ്ണീരടക്കാനായില്ല. ആ നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചത്, ഒരു ശാസ്ത്രജ്ഞയായ ഈ സ്ത്രീ ഈ അത്ഭുതത്തെ എങ്ങനെ മനസ്സിലാക്കും? പക്ഷേ ആ നിമിഷത്തിൽ അവളുടെ സന്തോഷം മാത്രം പ്രധാനം. ആത്മാവിൻ്റെ യാത്ര, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ചികിത്സ ചിലപ്പോൾ അത്ഭുതമായി തോന്നും. ഈ യാത്ര ഇപ്പോഴും തുടരുകയാണ്. ഇതോടെ കഥ അവസാനിച്ചില്ല. ഇനിയും അത്ഭുതകരമായൊരു സംഭവം നടക്കാനുണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ സ്വന്തം മുൻജന്മ അനുഭവത്തെക്കുറിച്ച് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് അലക്സാൻഡ്രിയയിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു യുവാവായി ഞാൻ ജീവിച്ചിരുന്നു. യാത്രകൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഈജിപ്തിൻ്റെ മരുഭൂമികളും യഹൂദ്യയുടെ പ്രദേശങ്ങളും ഞാൻ നിരന്തരം സന്ദർശിച്ചിരുന്നു. ആ കാലത്ത് ജീവിച്ചിരുന്ന ആത്മീയ സമുദായങ്ങളുമായി ബന്ധം പുലർത്തുകയും അവരുടെ പഠനങ്ങളിൽ ആകർഷിക്കപ്പെടുകയും ചെയ്തു. ഒരു യാത്രയിൽ എനിക്ക് പ്രായത്തിൽ അല്പം ചെറുപ്പമായ ഒരു യുവാവിനെ ഞാൻ കണ്ടു. അവൻ അതീവ ബുദ്ധിമാനായിരുന്നു. ഏകദേശം 1 മാസം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. ആ ആത്മീയ ഉപദേശങ്ങൾ അവൻ വളരെ വേഗത്തിൽ ഉൾക്കൊണ്ടു. നല്ല സുഹൃത്തുക്കളായിരുന്നെങ്കിലും പിന്നീട് ഞങ്ങൾ വേർപിരിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ജെറുസലേമിൽ ഞാൻ വീണ്ടും അവനെ കണ്ടു. അപ്പോൾ അവനൊരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. ഒരാത്മീയ ഗുരു, വലിയ ജനക്കൂട്ടങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരാൾ. അവനെ ഭരണാധികാരികൾ ഭീഷണിയായി കണ്ടു. അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ ജനക്കൂട്ടത്തിനിടയിൽ നിന്നു. അവൻ്റെ കണ്ണുകളിൽ ഞാൻ നോക്കിയപ്പോൾ അതെൻ്റെ പഴയ സുഹൃത്താണെന്ന് മനസ്സിലാക്കി. എന്നാൽ അവനെ രക്ഷിക്കാൻ വളരെ വൈകിയിരുന്നു. ഈ ഓർമ്മയെക്കുറിച്ച് ഞാൻ അധികം സംസാരിച്ചിരുന്നില്ല, കാരണം അത് വളരെ വ്യക്തിപരമായിരുന്നു. ഇതിനിടയിൽ വിക്ടോറിയ തൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു, "ഞാൻ നിങ്ങളെ അവിടെ കണ്ടു." "എവിടെ?" ഞാൻ ചോദിച്ചു. "ജെറുസലേമിൽ ഗുരു ക്രൂശിക്കപ്പെടാൻ പോകുമ്പോൾ നിങ്ങൾ ശക്തനായ ഒരാളായിരുന്നു." ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പോലെ അനുഭവം കടന്നുപോയി. "നിങ്ങൾക്കെങ്ങനെയറിയാം അത് ഞാൻ തന്നെയാണെന്ന്?" വിക്ടോറിയ മറുപടി പറഞ്ഞു, "നിങ്ങളുടെ കണ്ണുകൾ ഇന്നും അതേപോലെയാണ്." വിക്ടോറിയ എൻ്റെ വസ്ത്രധാരണം പോലും വിശദീകരിച്ചു. മണൽ നിറമുള്ള വസ്ത്രം, മനോഹരമായ അലങ്കാരങ്ങൾ, സമാധാനവും ഗൗരവവും നിറഞ്ഞ രൂപം. ഈ വിവരണം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ കണ്ടതുമായി ഒട്ടും വ്യത്യാസമില്ലായിരുന്നു. ഈ കാര്യങ്ങൾ ഞാൻ വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ സംഭവം ശാസ്ത്രത്തെപ്പോലും അതിജീവിക്കുന്ന ഒന്നായിരുന്നു. ഇത് വെറും ചികിത്സയല്ല, ആത്മീയതയുടെ അതിർത്തികൾക്കപ്പുറമുള്ള ഒരു അനുഭവം. ഇത് സംഭവിക്കേണ്ടതായിരുന്നു എന്ന സന്ദേശം വിക്ടോറിയയ്ക്ക് ലഭിച്ചിരുന്നു. ഈ വാക്കുകളുടെ അർത്ഥം എനിക്കിപ്പോഴും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. കോൺഫറൻസിന് ശേഷം വിക്ടോറിയ എന്നെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും ശാസ്ത്രജ്ഞരാണ്. എങ്കിലും ഈ അനുഭവം നമ്മെ ശാസ്ത്രത്തിൻ്റെ പരിധികളേക്കപ്പുറം കൊണ്ടുപോയി. വിക്ടോറിയയുടെ വേദന പൂർണ്ണമായി മാറി. അവൾ വീണ്ടും സ്വാഭാവികമായി നടക്കാനും നൃത്തം ചെയ്യാനും തുടങ്ങി. അവരുടെ ആരോഗ്യം അത്ഭുതകരമായി മെച്ചപ്പെട്ടു. ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതെന്താണ്? ജീവിതത്തിൽ ചില സംഭവങ്ങൾ യാദൃച്ഛികമല്ല. ആത്മാവുകൾ തമ്മിലുള്ള ബന്ധം കാലത്തെയും സ്ഥലത്തെയും മറികടക്കുന്നു. ഇപ്പോൾ മറ്റൊരു വ്യക്തിയുടെ കഥ തുടങ്ങുന്നു. എവലിൻ. പുറമേ വളരെ വിജയകരമായ ജീവിതം, വലിയ കമ്പനികളുടെ ലയനങ്ങളിലും ഇടപാടുകളിലും പ്രവർത്തിക്കുന്ന ഒരു വിദഗ്ധ, വലിയ ശമ്പളവും ആഡംബര ജീവിതവും. എന്നാൽ അവളുടെ കണ്ണുകളിൽ സന്തോഷമില്ലായിരുന്നു. അവൾ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, "എനിക്ക് സഹായം വേണം." അവളുടെ ശബ്ദം ശക്തമായിരുന്നു, എന്നാൽ ഉള്ളിൽ വിഷമമുണ്ടായിരുന്നു. "ഞാൻ സന്തോഷവതിയല്ല." ഒരു നിശബ്ദത. പിന്നീട് അവൾ പറഞ്ഞു, "ഇപ്പോൾ എൻ്റെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു." അതൊരു സാഹിത്യവാചകമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പലപ്പോഴും ആളുകൾ സ്വന്തം വികാരങ്ങൾ മറയ്ക്കാൻ മറ്റുള്ളവരുടെ വാക്കുകൾ ഉപയോഗിക്കുന്നു. അവൾ വീണ്ടും സംസാരിക്കാൻ ഞാൻ കാത്തിരുന്നു.
അവളുടെ കഥ ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. എനിക്ക് മുമ്പ് എൻ്റെ ജോലി വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഞാനത് വെറുക്കുന്നു. എൻ്റെ ഭർത്താവിനെയും ഞാൻ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നു. അയാളെ കാണുമ്പോൾ പോലും വെറുപ്പ് അനുഭവപ്പെടുന്നു, എവലിൻ പറഞ്ഞു. ഈ മാറ്റം എപ്പോൾ ആരംഭിച്ചു? ഞാൻ ചോദിച്ചു. അവളുടെ മറുപടി എന്നെ അമ്പരപ്പിച്ചു. ആ ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ ആരംഭിച്ചതിനു ശേഷം. ഈ മറുപടി ഞാൻ പ്രതീക്ഷിച്ചില്ല. പലപ്പോഴും മാനസിക വിഷാദത്തിനും മാറ്റങ്ങൾക്കും പിന്നിൽ വ്യക്തിപരമായ നഷ്ടങ്ങളുണ്ടാകും. മാതാപിതാക്കളുടെ മരണം, ജോലി നഷ്ടം, ദീർഘകാലാസുഖം എന്നിവയെല്ലാം. എന്നാൽ ഇവയൊന്നും അവളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അവൾ കരയാൻ തുടങ്ങി. പാവമാ ജനങ്ങൾ, എത്ര വേദന. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവളുടെ ശബ്ദം മാറി. എനിക്കവരെ സഹിക്കാനാകില്ല. അവളുടെ വാക്കുകളിൽ ദുഃഖത്തോടൊപ്പം ശക്തമായ കോപവുമുണ്ടായിരുന്നു. നിങ്ങൾ ആ സമൂഹവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? ഞാൻ ചോദിച്ചു. അതെ, എൻ്റെ ഹൃദയവും ആത്മാവും അതിനോടൊപ്പം, അവൾ മറുപടി നൽകി. അവളുടെ കുടുംബം അത്ര ശക്തമായ മതപരമായിരുന്നില്ല. എന്നാൽ അവൾക്കൊരു പ്രത്യേക ദേശത്തോടും ജനങ്ങളോടും ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. അവൾ തുടർന്നു. എനിക്ക് വിശപ്പില്ല, സന്തോഷമില്ല, ഉറക്കം പോലും വരില്ല. എനിക്കെൻ്റെ പഴയ സന്തോഷം തിരികെ വേണം. ഞങ്ങൾ സാധാരണ ചികിത്സാമാർഗങ്ങൾ ഉപയോഗിച്ച് അവളുടെ ബാല്യവും ജീവിതവും പരിശോധിച്ചു. എന്നാൽ അവളുടെ കോപത്തിൻ്റെ ഉറവിടം അവിടെ കണ്ടെത്താനായില്ല. അവൾ പുനർജന്മ ചികിത്സയ്ക്ക് സമ്മതിച്ചു. ഗഹനമായ ഹിപ്നോസിസ് അവസ്ഥയിൽ ഞാൻ അവളോട് പറഞ്ഞു, നിങ്ങളുടെ കോപം ആദ്യമായി ആരംഭിച്ച സമയത്തിലേക്ക് പോകൂ. അവൾ പെട്ടെന്ന് മാറി. ശബ്ദം പുരുഷസ്വരമായി. ഇത് 2ാം ലോക മഹായുദ്ധകാലം. ഞാനൊരു നാസി ഓഫീസറാണ്, SS അംഗമാണ്. ജൂതന്മാരെ കന്നുകാലി വണ്ടികളിൽ കയറ്റി ഡാച്ചോവിലേക്ക് കൊണ്ടുപോകുന്നത് നിരീക്ഷിക്കുക എന്നതാണ് എൻ്റെ ജോലി. അവിടെ അവർ മരിക്കും. അവരിൽ ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ അവരെ വെടിവെക്കും. എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ല. കീടങ്ങൾ മരിക്കുന്നതെനിക്ക് പ്രശ്നമല്ല. വെടിയുണ്ട നഷ്ടപ്പെടുന്നതെനിക്കിഷ്ടമല്ല. വെടിയുണ്ടകൾ വിലയേറിയതാണ്. ആ അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ അവളുടെ ശരീരം വിറച്ചു. ഇപ്പോൾ അവൾ അനുഭവിക്കുന്നത് വെറും ഓർമ്മകളല്ല, ആത്മാവിൻ്റെ വേദനയായിരുന്നു. ഞാൻ തിരിച്ചറിഞ്ഞത്, ഒരു ജീവിതത്തിൽ ഒരു സമൂഹത്തോടോ ജനങ്ങളോടോ ദ്വേഷം വളർത്തിയാൽ അതിൻ്റെ പ്രതിഫലം അനുഭവിക്കേണ്ടി വരും. ഈ ജീവിതത്തിലെ അവളുടെ തീവ്രമായ ഇസ്രായേൽ അനുകൂല നിലപാട് അവളുടെ ജർമ്മൻ കാലഘട്ടത്തിലെ സെമിറ്റിക് വിരുദ്ധതയ്ക്കൊരു പരിഹാരമായിരുന്നു. പക്ഷേ അവളുടെ വെറുപ്പ് മറ്റൊരു വംശത്തിനു നേരെയായി. ജൂതന്മാരോട് അവൾക്ക് തോന്നിയ വെറുപ്പ് അറബികളോടുള്ള തുല്യ വെറുപ്പായി രൂപാന്തരപ്പെട്ടു. അവൾക്ക് ഉത്കണ്ഠയും നിരാശയും വിഷാദവും തോന്നിയതിൽ അതിശയമില്ല. ആരോഗ്യത്തിലേക്കുള്ള അവളുടെ യാത്രയിൽ അവൾ അധികം ദൂരം പോയിട്ടില്ല. ഇപ്പോൾ അവളുടെ ശക്തമായ നിലപാട് മുൻ ജീവിതത്തിലെ തെറ്റുകൾക്ക് പരിഹാരമാകാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ അവൾ അതിരുകടന്നിരുന്നു. ഒരു വെറുപ്പ് മറ്റൊരു വെറുപ്പായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവൾക്ക് സമാധാനം ലഭിക്കാത്തത്. അടുത്തതായി അവൾ ആ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ കണ്ടു. യുദ്ധത്തിൽ മരണം, അതിനുശേഷമുള്ള ആത്മപരിശോധന, ഗുരുതരമായ കുറ്റബോധം. പക്ഷേ ആ പാഠം പൂർണ്ണമായി പഠിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ വീണ്ടും പരീക്ഷണം. ഞാൻ അവളോട് പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ ചിന്തകളും വികാരങ്ങളും ഭാവി ജീവിതത്തെ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ വെറുപ്പ് തുടർന്നാൽ ഭാവിയിലും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അവൾ പരീക്ഷണത്തിന് തയ്യാറായി. ആഴത്തിലുള്ള ഹിപ്നോസിസിൽ അവൾ ഭാവിയിലേക്ക് യാത്ര ചെയ്തു. ഞാനൊരു പെൺകുട്ടിയാണ്, ഒരു യുവതി, മരുഭൂമിയിലെ ഒരു ചെറിയ കുടിലിൽ ജീവിക്കുന്നു. ഞാൻ വളരെ ദരിദ്രയാണ്. ജീവിതം കഠിനമാണ്. ഈ കുടിൽ എവിടെയാണ്? ഞാൻ ചോദിച്ചു. അവൾ മുഖം ചുളിച്ചു. പലസ്തീൻ പ്രദേശങ്ങളിലോ അതോ ജോർദാനിലോ, ഏതാണെന്ന് വ്യക്തമല്ല. അതിർത്തികൾ മാറി. എപ്പോഴാണവർ മാറിയത്? അവളുടെ മുഖത്ത് അതിശയവും ആശങ്കയും. അവൾ ശാന്തമായി തുടർന്നു. ഈ ജീവിതം മുൻ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് തോന്നുന്നു. ആ നിമിഷത്തിൽ അവൾക്കൊരു വലിയ തിരിച്ചറിവുണ്ടായി. ആത്മാവ് ഒരേ പാഠം വീണ്ടും വീണ്ടും പഠിക്കുന്നു. സ്നേഹവും കരുണയും നമുക്ക് സന്തോഷം തരുന്നു. ദ്വേഷം നമ്മെ ബന്ധിപ്പിക്കുന്നു.
കരുണയാണ് നമ്മെ മോചിപ്പിക്കുന്നത്. അവളുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. അവൾ ഇപ്പോൾ മനസ്സിലാക്കി, ശാന്തി പുറത്തല്ല, ഉള്ളിലാണ്. ആത്മാവിൻ്റെ യാത്ര ഇപ്പോഴും തുടരുകയാണ്. അവൾ പറഞ്ഞു, യുദ്ധം അവസാനിക്കുന്നില്ല. അല്പം സമാധാനം വരുമ്പോൾ പോലും അത് തകർക്കപ്പെടുന്നു. അതിന്റെ ഫലമായി ഞങ്ങൾ ദാരിദ്ര്യത്തിൽ തുടരുന്നു. എപ്പോഴും അതേ അവസ്ഥ. അവളുടെ ശബ്ദം കടുപ്പമായി. ഇതിന് മറ്റുള്ളവരാണ് കാരണം. അവർ സമ്പന്നരാണ്, എന്നാൽ ഞങ്ങളെ സഹായിക്കുന്നില്ല. ഞങ്ങൾ അവരുടെ ഇരകളാണ്. ഞാൻ അവളോട് ആ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ പറഞ്ഞു. എന്നാൽ വളരെ കുറച്ചു കാലത്തിനുള്ളിൽ അവൾ രോഗം മൂലം മരിച്ചു. കൂടുതൽ വിവരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അവൾക്ക് മറ്റൊരു ജീവിതത്തിന്റെ ചെറിയ ദൃശ്യങ്ങൾ ലഭിച്ചു. ഇപ്പോൾ അവൾ കിഴക്കൻ ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവിടെയും അവൾ മറ്റൊരു സമൂഹത്തോട് കോപവും വൈരാഗ്യവും പുലർത്തി. ആ ജീവിതത്തിന്റെ അവലോകനത്തിൽ അവൾ ഒരു വലിയ തിരിച്ചറിവിലേക്കെത്തി. ഈ ലോകത്ത് എല്ലായ്പ്പോഴും ആരെയെങ്കിലും വെറുക്കാൻ ആളുകളുണ്ടാകും. പക്ഷേ സ്നേഹവും കരുണയും മാത്രമാണ് ദ്വേഷത്തിനും കോപത്തിനും മരുന്ന്. അക്രമം വേദനയെ മാത്രം തുടരിക്കുന്നു, അവൾ പറഞ്ഞു. ഇപ്പോൾ അവളുടെ ശബ്ദത്തിൽ അത്ഭുതവും സമാധാനവും ഉണ്ടായിരുന്നു. ഞാൻ അവളെ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഞങ്ങൾ അവൾ പഠിച്ച പാഠങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അവൾ തിരിച്ചറിഞ്ഞു, മറ്റുള്ളവരെക്കുറിച്ചുള്ള തൻ്റെ ധാരണകൾ മാറ്റണം. വൈരാഗ്യത്തിനു പകരം മനസ്സിലാക്കലും സഹാനുഭൂതിയും വേണം. ഞാൻ പറഞ്ഞു, ഈ തിരിച്ചറിവിലേക്കെത്താൻ 2 ജീവിതങ്ങൾ എടുത്തു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിരിക്കുന്നു. ഇപ്പോൾ തന്നെ മാറ്റം വരുത്തിയാൽ ഭാവി എങ്ങനെ മാറും? അടുത്ത സെഷനിൽ അവളെ ഭാവിയിലേക്കുള്ള അനുഭവത്തിലേക്ക് നയിച്ചു. ഇത്തവണ അവൾ എല്ലാവിധ മുൻവിധികളും വിട്ടുകളഞ്ഞ ഒരു ജീവിതം കണ്ടു. അവളുടെ മുഖത്ത് ശാന്തത നിറഞ്ഞു. ഞാൻ ഹവായിയിലെ ഒരു ഹോട്ടലിൻ്റെ മാനേജറാണ്, അവൾ പറഞ്ഞു. അതൊരു സ്പാ കേന്ദ്രവുമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുന്നു. അവർ ശാന്തിയും ആരോഗ്യവും തേടുന്നു. എനിക്കവരെ സഹായിക്കാൻ കഴിയുന്നു. എനിക്ക് സന്തോഷം. അവൾ ആ ദൃശ്യം കാണുമ്പോൾ ചിരിച്ചു. ഇത് യഥാർത്ഥമോ, അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകമായ ദൃശ്യമോ? അത് വ്യക്തമല്ല. എന്നാൽ ചികിത്സയുടെ ലക്ഷ്യം അതല്ല. പ്രധാനപ്പെട്ടത് മാറ്റം. ഈ അനുഭവങ്ങൾ അവളുടെ ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ചു. അവൾ തിരിച്ചറിഞ്ഞു, നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്താൻ സ്വാതന്ത്ര്യമുണ്ട്. മാറ്റം ഇപ്പോൾ തന്നെ തുടങ്ങണം. ചില മാസങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ പഴയ ജോലി ഉപേക്ഷിച്ചു. ഒരു ശാന്തമായ സ്ഥലത്ത് ചെറിയൊരു താമസകേന്ദ്രം ആരംഭിച്ചു. അവൾ യോഗയും ധ്യാനവും പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്തു. അവളുടെ കോപവും മുൻവിധികളുമാകുന്നു. അവൾ ആഗ്രഹിച്ച സന്തോഷം കണ്ടെത്തി. ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നു. ദ്വേഷം തുടരുകയാണെങ്കിൽ അതേ ചക്രം ആവർത്തിക്കും. സ്നേഹം തിരഞ്ഞെടുത്താൽ ആത്മാവ് മോചിതമാകും. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ചികിത്സയുടെ വഴി തുറക്കുന്നു. എന്നാൽ ഗഹനമായ വിശ്രമവും ധ്യാനാവസ്ഥയും അതിനായി ആവശ്യമാണ്. നിങ്ങൾക്കും വീട്ടിൽ തന്നെ വിശ്രമാഭ്യാസം ചെയ്യാം. അടുത്ത ഭാഗം അതിനെക്കുറിച്ച് പറയാം. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.